വെക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു പ്രവാസി കറിയാണ്. പ്രവാസി പച്ചക്കറി ഇത് കാണിച്ചു തരാം കേട്ടോ. പ്രവാസി പച്ചക്കറി കറി നമുക്കിത് കാണിച്ചു തരാം. ക്യാരറ്റ്, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, പച്ചക്കായ് ഇതൊക്കെ ഇട്ടിട്ട് അങ്ങ് ചെയ്യും. പച്ചമുളക് മാത്രമേ ഇടൂ. ഇഞ്ചിയും പച്ചമുളകും മഞ്ഞളും മാത്രമേ ഇടൂ, വേറെ ഒന്നും ഇടില്ല. ഉപ്പും. എന്നിട്ട് എണ്ണയിൽ നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചാൽ കലക്കി ഒഴിക്കും കേട്ടോ. അത് ഞാൻ അടുത്ത ഇതിൽ ചെയ്ത് കാണിച്ചത്. അത് ഇതിനോട് തന്നെ ചെയ്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പരിപാടി. ഇതാണ് പ്രവാസി വെജിറ്റബിൾ കറി. ഇത് പച്ചക്കായ്, പിന്നെ ഇതാണ് ക്യാരറ്റ്, കറിവേപ്പില, പിന്നെ വെള്ളരിക്ക ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം തിരുമ്മി വെക്കും. ലേശം ഉപ്പിടും. ഇതാണ് ഉപ്പ്. ഉപ്പിട്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ലേശം കൂടുതൽ തിന്നട്ടെ, കുഴപ്പമില്ല. നല്ലോണം കുഴയ്ക്കുക. കുഴച്ച് സെറ്റായി എല്ലാം റെഡിയാവും. എന്നിട്ട് ഒരു പാത്രം എടുക്കും. ഞങ്ങൾ വെക്കുന്ന പാത്രം ഇതാണ്. പാത്രം കഴുകുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ വറുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഞങ്ങൾ ചെയ്യുന്നത് മറ്റേ ഇതിലാണ്, സാൻഫോർഡിൻ്റെ ഇതിലാണ് ഞങ്ങൾ ചിക്കൻ ചെയ്യുന്നത്. മനസ്സിലായി? എന്നിട്ട് ഞങ്ങൾ കൂടുതലും വെജിറ്റബിളാണ് കഴിക്കുക. വെജിറ്റബിൾ കറി. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ബിരിയാണി കഴിക്കും, ചിക്കൻ ബിരിയാണി. എന്നിട്ട് നല്ലോണം ചൂടായി വരുമ്പോൾ ഇതെല്ലാം കൂടി അതിൻ്റെ അകത്ത് ലേശം എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയാണ്ട് സൂപ്പറാണ്. ഞങ്ങൾ വെളിച്ചെണ്ണ ഇല്ല, ഞങ്ങളുടെ അടുത്തുനിന്ന് സൺഫ്ലവർ ആഫിയൻ്റെ ഇതുണ്ട്. പിന്നെ ഒലിവ് ഓയിലുണ്ട്. ഇത് രണ്ടും ഞങ്ങൾ യൂസ് ചെയ്യുന്നു. ഒലിവ് ഓയിൽ ഇത്. എന്നിട്ട് സിമ്പിൾ കറി ആയിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത്രയും ഉണ്ട് കേട്ടോ. ഓയിൽ ഇത്രയും ഉണ്ട്. ലേശം വേണേൽ ഒരു ഡപ്പയും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടി മാത്രം, ഒരു ചെറിയൊരു ഇതിന് മാത്രം കേട്ടോ. എന്നിട്ട് അതും കഴിഞ്ഞ് ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറാണ്. ചൂടായതിന് ശേഷം ഇതിടും. പച്ചക്കായ ഇതെല്ലാം കൂടിയാണ് ഞങ്ങൾ കേട്ടോ. അതാണ് പരിപാടി.